5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പിണറായി സത്തിൽ ശമ്പളവുമില്ല, ശമ്പള പരിഷ്കരണമില്ല, DAയും ഇല്ല, ഒന്നുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ അതല്ല, ഒരു പരാതി ആർക്കും ഇല്ലെന്നേ. അല്ലെങ്കിൽ എത്ര സംഘടനകളാണ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്. പിന്നെ ഗസറ്റ് റാങ്കിലുള്ളവരുടെ സംഘടന, താഴെയുള്ളവരുടെ സംഘടന, സർവീസ് സംഘടനകൾ, പിന്നെ ഏതെങ്കിലും ഒരു സംഘടന സെക്രട്ടേറിയറ്റിൽ അങ്ങോട്ട് നിരാഹാരം തുടങ്ങും. എന്നിട്ട് സകല സംഘടനകളെയും ഐക്യദാർഢ്യം, സർവീസ് സംഘടനകളുടേത്, ട്രേഡ് യൂണിയനുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് ചുറ്റി വളഞ്ഞ് അവിടെയെല്ലാം നാശക്കോട്ടയാക്കും. ഇപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. കഴിഞ്ഞ 7 വർഷമായിട്ട് DA ഇല്ല, ഒരു പരാതിയില്ല. DA മെർജി, നേരത്തെയാണ് DA മെർജ് ചെയ്യുമായിരുന്നു. ഇപ്പം DA കൊടുത്തിട്ടല്ലേ മെർജ് ചെയ്യുന്നത്. DA കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല, എന്ന് കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല, ആര് കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ അതിന് രസകരമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ DA കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാന്നറിയാവോ? സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന കുറേ IASകാരാണ്. അവരാണ് പറയുന്നത് DA കൊടുക്കേണ്ട കാര്യമില്ല. ധനകാര്യ വകുപ്പിലിരിക്കുന്ന IASകാർ എഴുതി പിടിപ്പിക്കും, ഇതെന്തിനാണ് DA കൊടുക്കുന്നത്, DA നമുക്ക് മെർജ് ചെയ്യാം. ആദ്യം പറയും, പിന്നെ പറയും DA കൊടുക്കേണ്ട കാര്യമില്ല. ശമ്പള പരിഷ്കരണം ഉണ്ടോ? ഇല്ല. നേരത്തെ ശമ്പളം കണക്കാക്കി അതനുസരിച്ചുള്ള ഒരു വർധനവ് കൊടുത്താൽ മതി. ശമ്പള പരിഷ്കരണമില്ല. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഗ്രേഡ് പ്രൊമോഷനാണ്, അല്ലാതെ പ്രൊമോഷൻ പോസ്റ്റ് ഇല്ല. അടുത്ത കേഡറിലുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ചോദിച്ചപ്പോഴും ഗ്രേഡ് പ്രൊമോഷനാണ്. എന്തെല്ലാം തരത്തിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുകയും പറ്റിക്കുകയും അവരെ 4ാം കിട പൗരന്മാരായി കാണുകയും ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് കുത്തി നോവിപ്പിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പറയും, ഓരോ ഫയലും ഓരോ ജീവനാണ്, നീയൊക്കെ എന്തിനടാ ഇവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെ ചെയ്തോളയും ഇങ്ങനെ ചെയ്തോളൂ എന്ന് കണ്ണുരുട്ടി കാണിക്കുകയും ചെയ്യും. ഒരു വശത്ത് കണ്ണുരുട്ടി കാണിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, പിന്നെ ബ്യൂറോക്രസിയെ ഡീമോറലൈസ് ചെയ്യുന്ന വർത്തമാനം പറയും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. എന്നിട്ട് 5 പൈസയും കൊടുക്കുകയില്ല. അപ്പം ചോദിച്ചാൽ പറയും ഖജനാവിൽ പൈസ ഇല്ല എന്ന്. എന്നാൽ ആശാ വർക്കേഴ്സിന് പിന്നെ സമരം ചെയ്യുന്നവരോട് പറയും പൈസ ഇല്ല എന്ന് പറയും. എന്തൊരു തൊഴിലാളി വിരുദ്ധ നയമാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? കഴിഞ്ഞ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ നടന്ന മൈതാനങ്ങളിൽ നടന്ന പ്രസംഗങ്ങളിൽ ഘോര പ്രസംഗിക്കുകയായിരുന്നു. ആര് പറഞ്ഞു കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന്? കേരളം സാമ്പത്തികമായി മെച്ചമാണ്. ധനകാര്യ കമ്മീഷന്റെ തീരുമാനങ്ങൾ അനുസരിച്ച്, നയമനുസരിച്ച് കേരളം സാമ്പത്തികമായി മിച്ചമാണ്. ഖജനാവിൽ ആവശ്യമുള്ള പൈസ ഉണ്ട്. ആരാണ് പറഞ്ഞത്? പ്രതിപക്ഷം. എന്തിനാണ് പറയുന്നത്? ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് 4 തെറിയും, BJPക്കും കുറേ തെറി. എന്തിനാണ് നിങ്ങൾ പണമില്ലെന്ന് പറയുന്നത്? നമ്മൾ പാപ്പരല്ല. ഒരു വശത്ത് പറയും പാപ്പരല്ല, മറുവശത്ത് സർക്കാരിൻ്റെ ആനുകൂല്യം കൊടുക്കേണ്ടവർക്ക് കൊടുക്കില്ല, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആന്റണി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു 4 ദിവസത്തേക്ക് ശമ്പളം ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ തൊഴിലാളി വിരുദ്ധ സർക്കാർ എന്ന് പറഞ്ഞ് ആന്റണിയെ മുൾമുനയിൽ നിർത്തി സെക്രട്ടേറിയറ്റിനെ വളഞ്ഞു വെച്ച് സ്തംഭിപ്പിച്ചു. എന്തൊക്കെയാണ് നടന്നത്? ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പോൾ അതുകൊണ്ട് സർവീസ് സംഘടനകൾ ചെയ്യുന്നൊരു പണിയുണ്ട്. അന്നദാനം, ആതുര സേവനം, മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുപ്പ്, പിന്നെ ക്യൂബയിൽ എന്ത് സംഭവിച്ചു, പിന്നെ പകൽഗാമിൽ സംഭവിച്ചതിന് കാര്യങ്ങൾ, രക്തദാനം, മഹാദാനം. പിന്നെ ഇപ്പോൾ പല ഓഫീസുകളിലും പബ്ലിക് ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ രക്തദാന ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ്, അന്നദാനം, പിന്നെ കുപ്പിവള കച്ചവടം, വളക്കച്ചവടം, എല്ലാ പരിപാടികളും ഉണ്ട്. പിന്നെ സാർവദേശീയമായ ഒരു കാലത്ത് നടപ്പിലാവാൻ സാധ്യതയില്ലാത്ത കുറേ തത്വങ്ങൾ, മതേതര ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന എടുത്ത് പൊക്കി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ നടത്തി. പശുവിൻ്റെ പാല് പിന്നെ സ്ഥിരമായ കറന്നില്ലെങ്കിൽ പശുവിൻ്റെ ചുവരത്ത് പാല് ചുരത്തു എന്ന് പറഞ്ഞതുപോലെ എന്നും പണി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ മാറിപ്പോയാലോ സംഘടന എന്നൊക്കെ. അതുകൊണ്ട് പണി കൊടുത്തുകൊണ്ടിരിക്കും, പണവും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പണിയും കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ പൈസ കൊടുക്കത്തില്ല, ശമ്പളം കൊടുക്കത്തില്ല, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയില്ല. അതുപോലെ തന്നെ DA കൊടുക്കത്തില്ല. DA ചോദിച്ചാൽ മെർജ് ചെയ്യില്ല. എത്ര സ്ഥാപനങ്ങളുടെ പണമാണ് എടുത്തത്? കേരള സർവകലാശാലയിൽ നിന്ന് 10 കോടി രൂപയാണ് സർക്കാർ റിസർവ് ഫണ്ട് പിൻവലിച്ചത്. അങ്ങനെ 16 സർവകലാശാലകളിൽ നിന്ന് റിസർവ് ഫണ്ട് പിൻവലിച്ചു. ഇതെന്ന് തിരിച്ചു കൊടുക്കും? തിരിച്ചു കൊടുക്കാന്നുള്ള എഗ്രിമെൻ്റൊക്കെ വെച്ച് തന്നെയാണ് വാങ്ങുന്നത്. ആരുടെ കാലത്ത് കൊടുക്കും? ഈ ഗവൺമെൻറ് വാങ്ങുന്നത് അടുത്ത ഗവൺമെൻറ് കൊടുക്കുമോ? റിസർവ് ഫണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി വെക്കുന്ന കുട്ടികളുടെ, പാവപ്പെട്ട കുട്ടികളുടെ ഫീസ് ഇനത്തിൽ പിരിക്കുന്ന പൈസ, അവരുടെ പരീക്ഷാ ഫീസിൽ പിരിക്കുന്ന പൈസ, അവർ ഓരോ ആവശ്യങ്ങൾക്കും അടയ്ക്കുന്ന പൈസയിൽ മെച്ചം വച്ച് യൂണിവേഴ്സിറ്റി വളരെ അധികം അവരുടെ നിത്യനിദാന ചെലവുകളൊക്കെ നടത്തിയതിനു ശേഷം മിച്ചം വയ്ക്കുന്ന പണമാണ് റിസർവ് പണം. ആ കരുതൽ പണത്തിൽ 10 കോടിയും 15 കോടിയൊക്കെ ഒരു ഉത്തരവിലൂടെ നിങ്ങൾ മറ്റ് ബാങ്കുകളിൽ ഇടരുത്, ട്രഷറിയിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് ട്രഷറിയിൽ നിന്ന് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ വേല കാണിച്ച് അത് സർക്കാരിലേക്ക് വലിക്കും. അത് തിരിച്ചു കൊടുക്കില്ല.
എന്തൊരു അന്യായമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ അന്യായങ്ങൾ നടക്കുമ്പോൾ സർവകലാശാലയിൽ ഏതെങ്കിലും യൂണിയനുകൾ ഇത് ചോദിക്കുന്നുണ്ടോ? ഏതെങ്കിലും സർവീസ് സംഘടനകൾ ഇത് അറിയുന്നുണ്ടോ? സിൻഡിക്കേറ്റിലും സെനറ്റിലും ഒക്കെ നിറച്ച് ഒരുപാട് ആളുകളുണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ ചോദിക്കാനില്ല. നമ്മുടെ പിന്നെ സർവീസ് സംഘടന ജീവനക്കാരൊക്കെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പാടി അങ്ങനെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ തീ എരിഞ്ഞില്ലെങ്കിൽ എന്താ, ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്താ, മക്കളെ സ്കൂളിൽ അയച്ചില്ലെങ്കിൽ എന്താ, ലോൺ അടച്ചില്ലെങ്കിൽ എന്താ, നമുക്ക് വേണം നമ്മുടെ സർക്കാർ നിലനിൽക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആഗോള വിരുദ്ധ ലിബറൽ നയങ്ങൾക്കെതിരെ നമുക്ക് ചില സമ്മേളനങ്ങളൊക്കെ നടത്താം. നമുക്ക് സെക്രട്ടേറിയറ്റ് വളയാം. സെക്രട്ടേറിയറ്റ് നമ്മളെ ആളുകൾ ഭരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ രാജ്ഭവനിലേക്ക് വെച്ച് പിടിക്കാം. AG's ഓഫീസ് വളയാം. നമുക്ക് വളഞ്ഞു പോകാം. എന്നാലും നമ്മുടെ ശമ്പള പരിഷ്കരണം ഇനി എന്നാണാവോ സ്വാഹ. DA കിട്ടുമോ? അതും സ്വാഹ.